ലാലേട്ടൻ തീർപ്പാക്കാത്ത ഫിസിക്കൽ അസോൾട്ട് വിഷയത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഒരു അടി ഉണ്ടാവുന്നത് ലൈവില്. പവർ ടീമും ക്യാപ്റ്റനും കൂടി ഇപ്പൊ ഒരു മീറ്റിംഗ് വെച്ചു. അതില് റസ്മിൻ സ്വാഭാവികമായിട്ടും ജിൻഡോയെ ടാർഗറ്റ് ചെയ്ത് കൊണകൊണാന്ന് അടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാല് ജിൻഡോ ഫിസിക്കൽ ടാസ്കിൽ ഇതായിട്ട് പെരുമാറി, എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ അഗ്രസീവായിട്ട് പെരുമാറി, അഗ്രസീവായിട്ട് കളിച്ചു, എല്ലാരെയും അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഡയലോഗുകൾ റസ്മിൻ അടിച്ചു. റസ്മിൻ ക്യാപ്റ്റൻ ആയിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ജിൻഡോ പറഞ്ഞു, എന്നെയാണ് എല്ലാരും കൂടി ശാരീരികമായി ആക്രമിച്ചത്, അഭിഷേകൊക്കെ എന്നെ ആക്രമിച്ചു എന്ന് ജിൻഡോ പറയുന്നു. അപ്പൊ ഋഷി ഇത് കേട്ടിട്ട് അങ്ങ് ട്രിഗർ ആവുകയാണ്. മറ്റേ ഡേഞ്ചർ കോയിൻ ടാസ്കില് ഋഷിയെ ആദ്യം പുറത്താക്കിയതിന് ചൊരുക്ക് ഇപ്പോഴും പുള്ളിക്ക് തീർന്നിട്ടില്ല. അതിങ്ങനെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ അങ്ങ് വളർന്ന് അങ്ങ് പൊട്ടുന്നതാണ് ഋഷിയുടെ ഒരു ബേസിക് നേച്ചർ അതാണെന്ന് തോന്നുന്നു. അതിന്റെ പേരിൽ ഋഷി കടന്നങ്ങ് ബഹളം വെക്കുകയാണ്. അഭിഷേക് മാപ്പ് പറഞ്ഞു, ഇയാൾ മാപ്പ് പറഞ്ഞില്ല, മാപ്പ് പറയാത്ത ഇയാൾക്ക് ഇത് പറയാൻ അർഹതയില്ല, എല്ലാരും കണ്ടതാണ് ഇയാൾ ശരണ്യയുടെ മുടിയിൽ പിടിച്ച് വലിക്കുന്നത്, എന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, ഞാൻ ക്യാമറയ്ക്ക് വേണ്ടി സംസാരിക്കാറില്ല ജിൻഡപ്പ, താനാണ് ക്യാമറയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഋഷിയുടെ ഗെയിം ഒരു ലക്കാലും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ഗെയിമാണ്. അതിനെ ഒരു ഗെയിം എന്ന് പോലും വിളിക്കാൻ കൊള്ളത്തില്ല. കാരണം ഋഷിക്ക് കീ കൊടുത്ത് വിടുന്നത് മറ്റു പലരുമാണ്. അവരുടെ ട്യൂഷൻ ക്ലാസ്സിലിരുന്ന് ഋഷി കേട്ട് പഠിക്കുന്നതാണ് ഋഷി പാടുന്നത്. അതാണ് ഋഷിയുടെ ഒരു കാര്യം. അത് ഏറ്റവും വലിയ അബദ്ധവുമാണ് ഋഷി കാണിക്കുന്നത്. ഋഷി ദേഷ്യപ്പെട്ടപ്പോ സ്വാഭാവികമായിട്ട് ജിൻഡോയും ദേഷ്യപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച മൊത്തം ഇടി കൊണ്ടത് ഞാനാണ്, നീ ആരടാ എന്നെ പീഡിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് ജിൻഡോയും റേസായി. ഇതിൽ ഞാൻ ജിൻഡോയുടെ ഭാഗത്താണ്. കാരണം ന്യായം ജിൻഡോയുടെ ഭാഗത്ത് തന്നെയാണ്. ഈ ഒരു വിഷയം ലാലേട്ടൻ തീർപ്പാക്കാതെ വിട്ടത് തന്നെ ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. ശരണ്യയുടെ വിഷയത്തിൽ ജിൻഡോയ്ക്ക് ഒരു ക്ലീൻ സ്ലേറ്റ് കൊടുക്കാത്തത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ലാലേട്ടൻ അത് പറഞ്ഞ അതിന്റെ മുകളിൽ ഒരു വാക്കില്ല. അപ്പം ആ ഒരു പ്രശ്നത്തിൽ നിരപരാധിയായിട്ടുള്ള ജിൻഡോ ആണ് ഇന്നും ഋഷിയുടെ വായിലിരിക്കുന്നത് കേട്ടത് മൊത്തം. ബിഗ് ബോസ് ജിൻഡോയെ തഴയാനുള്ള പുറപ്പാടാണ് എന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുണ്ടാവും ജിൻഡോയുടെ കൂടെ. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഈ അവസരത്തില്. ഋഷിയെ പോലെ ഇടയ്ക്കിടയ്ക്ക് മാത്രം പൊങ്ങുന്ന ഒരാളല്ല ജിൻഡോ. മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്നുള്ളൊരു കാര്യമുണ്ട്. ജിൻഡോയ്ക്കെതിരെ ഇപ്പൊ അവിടെ ഉള്ളവരെ ഭൂരിഭാഗവും തിരിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ്, സ്ട്രോങ് ആണെന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണ്. ഋഷി ഇനി തലയും കുത്തി നിന്നാലും ആ രീതിയിൽ സ്ട്രോങ് ആവാൻ പറ്റില്ല. കാരണം ഈ ഷോയ്ക്ക് പറ്റിയ ഒരാളല്ല ഋഷി. ഇത് ഞാൻ പറയുന്നത് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ആണ്. പുള്ളിയുടെ ടാലന്റിനെയും പിന്നെ പുള്ളി നേരിട്ട സംഭവങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം നേരിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത്രയൊക്കെ സെൻസിറ്റീവ് ആവുമോ ആളുകൾ? അല്ല, എനിക്ക് അറിയത്തില്ല കേട്ടോ. അഭിഷേകിനെ പറഞ്ഞതിന് അഭിഷേകിനില്ലാത്ത സൂക്കേടാണ് ഋഷിക്ക്. അഭിഷേക് അതിനെ ഒരു ഗെയിം സ്പിരിറ്റിലേ എടുത്തിട്ടുള്ളൂ. അത് മാപ്പ് പറഞ്ഞ ആളാണ് അഭിഷേകിന് ഒന്നും പറയാനില്ല. അഭിഷേക് ഡസൻ ഹാവ് എ സേ. നമ്മുടെ ഋഷിയാണ് റിയാക്ട് ചെയ്യുന്നത് മൊത്തം. ഇതാണ് എനിക്ക് ഈ ഒരു വഴക്കിനെ കുറിച്ച് തോന്നിയത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.